രാവിലത്തെ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ ചെക്കൻ്റെ റൂമിലേക്ക് പോയി. വെറുതെയൊന്നുമല്ല പോയത്. ഇന്നലെ കഫീലിൻ്റെ വീട്ടിൽ നിന്ന് പഴയ സാധനങ്ങൾ മാറ്റിയപ്പോൾ അതിൽ നിന്ന് 2 മേശ, ചെറിയ മേശ കിട്ടി. അതിലൊരു മേശ അവന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് അവനെ വിളിച്ച് പുറത്തിറങ്ങിയ രംഗമാണ് നിങ്ങൾ കാണുന്നത്. നിന്നുറങ്ങുകയാണ്. ഇപ്പോഴും ഉറക്കം പോയിട്ടില്ല. കണ്ടില്ലേ? ആ സാധനമെടുത്ത് റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് വെയിൽ കൊണ്ട് ഉറങ്ങുകയാണ്. അങ്ങനെ വെയിൽ കൊണ്ട് ഉറക്കമെല്ലാം പോയി. സാധനമെടുത്ത് നേരെ അവൻ്റെ റൂമിലോട്ട് പോയി. ഇനി റൂമിലെ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റൂമിൻ്റെ മെയിൻ വാതിൽ സെൻസറാണ്. ഓൾറെഡി അവൻ അകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം അകത്ത് വെച്ചു. അവൻ വാതിൽ തുറന്നു. അത് കഴിഞ്ഞ് നേരെ അവൻ്റെ റൂമിൻ്റെ വാതിൽ തുറക്കുകയാണ്. ഇതാണ് അവൻ്റെ റൂം. ഇവിടെയാണ് നമ്മൾ ആ മേശ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഒരാൾക്ക് കഴിയാൻ പറ്റുന്ന സ്ഥലമുള്ള ഒരു റൂമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ വാങ്ങിയതാണ്, വൈഫൈക്ക് സ്പീഡില്ല എന്ന് പറഞ്ഞ് ഞാനിത് വാങ്ങിയതാണെന്നൊക്കെ തള്ളി മറിച്ചു. പക്ഷേ ഞാൻ ഇന്ന് കണ്ടപ്പോൾ അത് സംഭവം വാങ്ങിയതൊന്നുമല്ല, എവിടെന്നാ ആരെയെന്നാ ഒപ്പിച്ചു സംഗതി. ഈ റൂമിൻ്റെ സൗകര്യങ്ങൾ കാണുമ്പോൾ മറ്റുള്ള റൂമുകളുടെ സൗകര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനേക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞ റൂമുകൾ ഇന്ന് ഹൗസ് ഡ്രൈവർമാർ താമസിക്കുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇന്ന് അല്ലമീൻ സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണെന്ന് തോന്നുന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല. ഒരു സബാദിയുമുണ്ട്, ഒരു ജുബിനയുമുണ്ട്. ഇത് രാവിലെ സമൂലിയുടെ കൂടെ കഴിക്കുന്ന സാധനമാണ്. അങ്ങനെ രാവിലെ കൊണ്ടുവന്ന മേശ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഗ്രീൻ പീസ് കറിയും റെഡിയായിട്ടുണ്ട്. കഴിച്ചിട്ട് പിന്നെ കാണാം അടുത്ത വീഡിയോയുമായി. ഓക്കെ, ബൈ ബൈ.